നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1987, 1967, 1961, 1976. 1961 ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, APJ അബ്ദുൽ കലാം, സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ശരിയായ ഉത്തരം. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു, കേളപ്പൻ, രാജാറാം മോഹൻ റോയ്, മഹാത്മാഗാന്ധി. ആധുനിക ഇന്ത്യയുടെ പിതാവ് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ BC റോയി, ഡോക്ടർ അർജുൻ കിഷോർ, ഡോക്ടർ മുരളി ശരത്ത്, ഡോക്ടർ ജയരുക്മിണി. ഡോക്ടർ BC റോയിയുടെ. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സ്പീക്കർ, പ്രധാനമന്ത്രി, ഗവർണർ, രാഷ്ട്രപതി. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഒരു ഹോഴ്സ് പവറിന് തുല്യമായതേത്? 746 വാട്ട്, 747 വാട്ട്സ്, 748 വാട്ട്സ്, 749 വാട്ട്സ്. ഒരു ഹോഴ്സ് പവറിന് തുല്യമായത് 746 വാട്ട്സ് ആണ്. വൈദ്യുതകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേത്? ഇരുമ്പ്, ചെമ്പ്, പച്ചിരുമ്പ്, ടങ്സ്റ്റൺ. വൈദ്യുതകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് പച്ചിരുമ്പ്. ഏതു വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത്? 1876, 1897, 1999, 1990. കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിക്കുന്നത് 1990കളിലാണ്. ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്, ജർമ്മൻ, ചൈനീസ്, ഹിന്ദി. ചൈനീസ് ആണ് ശരിയായ ഉത്തരം. ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട്? 86,400, 86,459, 86,436, 86,500. ഒരു ദിവസത്തിൽ 86,400 സെക്കൻഡുകളാണുള്ളത്. ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനത്തിൽ സംഗീതം മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു? ജർമ്മനി, ചൈന, പാകിസ്ഥാൻ, സ്പെയിൻ. സ്പെയിനിന്റെ ദേശീയ ഗാനത്തിൽ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം? ഗുജറാത്ത്, ജമ്മു കാശ്മീർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂസിലാൻഡ്, ന്യൂയോർക്ക്, സിക്കിം, മണിപ്പൂർ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ സംസ്ഥാനം? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ്. ഉത്തർപ്രദേശാണ് ശരിയായ ഉത്തരം. 7 ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ഓരോന്നിനും മെഡൽ നേടിയ ഏക വനിതാ ബോക്സർ ആരാണ്? മേരി കോം, യൂറി ഗറാറി, മേരി ക്യൂറി, PT ഉഷ. മേരി കോം ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? കൽപ്പന ചൗള, ധൈനി കൃഷ്ണ, സരോജിനി നായിഡു, രോഹിതി ശർമ്മ. സരോജിനി നായിഡു ആണ് ശരിയായ ഉത്തരം. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? വജ്രം, ഡയമണ്ട്, പച്ചിരുമ്പ്, സ്വർണം. ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ കാഠിന്യം. പൈയുടെ മൂല്യം ആദ്യം കണക്കാക്കിയത് ആരാണ്? ആർക്കിമിഡീസ്, ആര്യഭട്ട, യൂക്ലിഡ്, ഹൈപ്പറ്റിയ.
ആർക്കിമിഡീസ് ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരം ഏതാണ്? ഹിമാലയ, ആനമുടി, കാഞ്ചൻജംഗ, ആരവല്ലി. കാഞ്ചൻജംഗയാണ് ശരിയായ ഉത്തരം. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആർക്കിമിഡീസ്, ആര്യഭട്ട, പൈതഗോറസ്, ശകുന്തള ദേവി. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയെയാണ്. തലവേദന വേഗത്തിൽ മാറാൻ ഏതുപയോഗിച്ച് മസാജ് ചെയ്യണം? കടുകെണ്ണ, വെളിച്ചെണ്ണ, ഒലീവ്, വിക്സ്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുക. ഏറ്റവും കൂടുതൽ തെയ്യങ്ങൾ കെട്ടുന്ന ജില്ല? കണ്ണൂര്, ഇടുക്കി, കാസർഗോഡ്, കോഴിക്കോട്. ഏറ്റവും കൂടുതൽ തെയ്യങ്ങൾ കെട്ടുന്ന നാടാണ് കണ്ണൂര്. പുകവലിയേക്കാൾ ദോഷം ചെയ്യുന്ന ഭക്ഷണ വസ്തു? ചോറ്, പഞ്ചസാര, ഉപ്പ്, പൊറോട്ട. പുകവലിയേക്കാൾ ദോഷം ചെയ്യുന്ന ഭക്ഷണ വസ്തുവാണ് പഞ്ചസാര. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ പ്രദേശം? ഹരിപ്പാട്, ഇരവികുളം, ചിന്നാർ, ധർമ്മശാല. ചിന്നാറാണ് ശരിയായ ഉത്തരം. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ജില്ല? കാസർഗോഡ്, ഇടുക്കി, കോഴിക്കോട്, കൊല്ലം. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല? പാലക്കാട്, വയനാട്, ഇടുക്കി, മലപ്പുറം. വയനാടാണ് ശരിയായ ഉത്തരം. കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം ഏത്? മത്തി, ചെമ്മീൻ, കണവ, അയല. കൊളസ്ട്രോൾ ഉള്ളവർ പരമാവധി കണവ ഒഴിവാക്കുക. എന്നാണ് ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത്? ഓഗസ്റ്റ് 22, ജൂൺ 22, ഒക്ടോബർ 22, നവംബർ 22. ലോക നാട്ടറിവ് ദിനം ഒക്ടോബർ 22 ആണ്. തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഇടേണ്ടത്? ഉപ്പ്, വിനാഗിരി, പഞ്ചസാര, അപ്പക്കാരം. ഉപ്പ് ഉപയോഗിച്ചാൽ മതി. സൾഫ്യൂരിക് ആസിഡ് ചുറ്റപ്പെട്ട മേഘാവൃതമുള്ള ഗ്രഹം? ബുധൻ, ചൊവ്വ, യുറാനസ്, ശുക്രൻ. ശുക്രനാണ് ശരിയായ ഉത്തരം. ഉറക്കത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള പഴം? ആപ്പിൾ, ചെറി, റംബൂട്ടാൻ, മാതളം. ചെറിപ്പഴമാണ്. വെർട്ടിസോൺ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത്? പർവ്വത മണ്ണ്, എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്ന മണ്ണ്. വെർട്ടിസോൺ എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ്. കിണർ വെള്ളത്തെ മലിനമാക്കുന്ന ഇല? ശീമക്കൊന്ന, മാവിന്റെ ഇല, പ്ലാവില. ഇവയൊന്നുമല്ല. കിണർ വെള്ളത്തെ മലിനമാക്കുന്ന ഇല ശീമക്കൊന്നയാണ്. മേൽമുണ്ട് സമരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം, ചാന്നാർ ലഹള, ആറ്റിങ്ങൽ കലാപം, നൺ ഓഫ് ദീസ്. മേൽമുണ്ട് സമരം ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടിവെള്ളം ശേഖരിച്ചു വെക്കാൻ ഏറ്റവും ഉത്തമമായ പാത്രം? മൺപാത്രം, ഇരുമ്പ്, സ്റ്റീല്, അലൂമിനിയം. മൺപാത്രമാണ് ഉത്തമം. ഏതു വർഷമാണ് പാലിയം സത്യാഗ്രഹം നടന്നത്? 1937, 1967, 1957, 1947. പാലിയം സത്യാഗ്രഹം നടന്നത് 1947 നീല നിറത്തിലുള്ള കണ്ണുകളുമായി ജനിക്കുന്ന മൃഗം? മനുഷ്യൻ,
കുതിര, പൂച്ച, പശു. പൂച്ചയാണ് ശരിയായ ഉത്തരം. മലിനീകരണം നടത്തുന്ന വ്യവസായങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതി. ഹൈഡ്രജൻ നികുതി, കാർബൺ നികുതി, ആദായ നികുതി, റോഡ് നികുതി. കാർബൺ നികുതിയാണ്. ആലിംഗനം ചെയ്യുമ്പോൾ കുറയുന്ന രോഗം ഏത്? ടെൻഷൻ, പനി, ഷുഗർ, കൊളസ്ട്രോൾ. ആലിംഗനം ചെയ്യുമ്പോൾ ടെൻഷൻ കുറയുന്നു. മേക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോയിൽ കാണുന്ന മൃഗം. കടുവ, പുലി, കങ്കാരു, സിംഹം. മേക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോയിലെ മൃഗം സിംഹമാണ്. സ്വകാര്യ വേളയിൽ സ്ത്രീയുടെ കണ്ണിലെ നാണം സൂചിപ്പിക്കുന്നത്. ലൈംഗികത വേണം, വെറുപ്പ്, ദേഷ്യം, ലൈംഗികത വേണ്ട. ലൈംഗികത വേണമെന്ന് സൂചിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.